എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ തായ്ലാന്റിലെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് ജെംസ് ഡിസ്കവറി ഡയമണ്ട് ഫാക്ടറിയും അതുപോലെ തന്നെ സഫാരി പാർക്കും ചെറിയ ഷോപ്പിംഗും അതിനുശേഷം ക്രൂയിസ് ഡിന്നറും ആണ്. ആദ്യം തന്നെ ജെംസ് ഡിസ്കവറി ഡയമണ്ട് ഫാക്ടറി കാണാം. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഡയമണ്ട് ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് അവര് കാണിക്കുന്നത്. ലാവ ഉരുക്കി ആണ് ഈ ഡയമണ്ട് ഉണ്ടാക്കുന്നത് എന്നാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. ഈ ഫാക്ടറി വിസിറ്റിൽ നമുക്ക് ഡയമണ്ടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഡയമണ്ട് ആഭരണങ്ങൾ നേരിട്ട് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം. അതുപോലെ തന്നെ അവര് ഡയമണ്ട് ആഭരണങ്ങൾ അവിടെ വിൽക്കുന്നുമുണ്ട്. ആവശ്യമുള്ളവർക്ക് ഡയമണ്ട് ആഭരണങ്ങൾ അവിടുന്ന് നേരിട്ട് മേടിക്കാം. അതിനുശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സഫാരി പാർക്ക് കാണാനായിട്ടാണ് നമ്മൾ പോയത്. ആദ്യം തന്നെ ഒരു ജിറാഫിനെയാണ് കണ്ടത്. അതിനുശേഷം എലഫന്റ് ഷോയാണ് കണ്ടത്. അതിനുശേഷം സ്പൈ വർക്കിന്റെ ഒരു ഷോയാണ് കണ്ടത്. വെടിവെപ്പും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. ശേഷം കണ്ടത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഡോൾഫിൻ ഷോയാണ്. അത് വളരെ മനോഹരമായിരുന്നു ആ ഷോ.
അതിനുശേഷം സഫാരി പാർക്കിൽ നമ്മൾ വന്യമൃഗങ്ങളെ കാണാനാണ് പോയത്. ഒരു ബസ്സിൽ കയറി ആ ഏരിയ മുഴുവൻ നമ്മളെ ചുറ്റി കാണിക്കും. പലതരം വന്യമൃഗങ്ങളെ നമുക്ക് നേരിട്ട് അവിടെ കാണാനായിട്ട് കഴിയും. കടുവകളെയും പുലികളെയും കരടി, പക്ഷികള്, മാന്, അങ്ങനെയുള്ള പല മൃഗങ്ങളെയും നമുക്ക് നേരിട്ട് കാണാനായിട്ട് ഈ യാത്രയിലൂടെ സാധിക്കും. ശേഷം ബാങ്കോക്കില് ഷോപ്പിങ്ങിനായിട്ടാണ് നമ്മൾ പോയത്. ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്റെ മകളുടെ പേരിലുള്ള ഒരു ഷോപ്പ് കൂടി അവിടെ കണ്ടു. അത് മകൾക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റായി, ഭയങ്കരമായിട്ട് സന്തോഷമായി. അനിക എന്നുള്ള ആ ഷോപ്പ് കണ്ടു. അതിനുശേഷം ബാങ്കോക്ക് നഗരത്തിലൂടെ ക്രൂയിസ് ഷിപ്പില് ഡിന്നറിന് പോയി. ബുഫേ ആയിരുന്നു, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഫുഡ് നമുക്ക് എടുത്ത് കഴിക്കായിരുന്നു. മ്യൂസിക്കൊക്കെ ആയിട്ട് ബാങ്കോക്ക് നഗരം ചുറ്റി ഒരു ലേക്കിലൂടെ കറങ്ങിയടിച്ച് നമ്മൾ വരികയാണ് ഈ ക്രൂയിസ് ഷിപ്പിൽ ചെയ്യുന്നത്. ഡിന്നറൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാങ്കോക്ക് നഗരം മുഴുവൻ ഫുൾ ചുറ്റി കറങ്ങിയതിന് ശേഷം നേരെ എയർപോർട്ടിലേക്ക് എത്തി. അവിടുന്ന് കൊച്ചിക്കുള്ള ഫ്ലൈറ്റിന് പോരുകയായിരുന്നു ചെയ്തത്. ഈ ട്രിപ്പ് വളരെയധികം എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു. വളരെ മനോഹരമായ പല എക്സ്പീരിയൻസുകളും ജീവിതത്തിൽ കിട്ടി. അങ്ങനെ ഈ തായ്ലാന്റ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.